ബാലി യാത്രയുടെ പാർട്ട് 2 ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് ഡിലേ ആയി, റമദാനൊക്കെ ആയത് കാരണം ഒന്ന് വൈകിപ്പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉബൂദിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. നല്ല സീനിക്കായിട്ടുള്ള ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ബാക്കി യാത്രാവിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പതിവ് പോലെ തന്നെ ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും അടങ്ങിയിട്ടുള്ളത് തന്നെയാണ് ഇന്നത്തെ വീഡിയോയും. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ കയറിയിട്ടുള്ള ആ ഒരു റെസ്റ്റോറൻറ്റിലെ വിശേഷങ്ങൾ കാണാം. ലഞ്ച് കഴിക്കാൻ കയറിയ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല എന്താ പറയുക, സീനിക്കായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വൈബുള്ള ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് തന്നെ ആയിരുന്നു കേട്ടോ. തീം ബേസ്ഡ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല ആംബിയൻസ് ആയിരുന്നു. കാണാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു തണുപ്പും കുളിരൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ഹട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ചുറ്റിനുമായിട്ടൊരു വെള്ളമുണ്ട്. ഈ വെള്ളത്തിലാണ് ഈ ഹട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ നമ്മൾ അതിനുള്ളിലൊക്കെ ഒന്നും പോയില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതിനകത്താണ് ഇരുന്നത്. അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ചെന്ന ഉടനെ തന്നെ അവർ ആദ്യം നമുക്ക് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള നല്ല കൂളിംഗ് ആയിട്ടുള്ള ടവൽ കൊണ്ട് തന്നു. പിന്നെ വെൽക്കം ഡ്രിങ്ക് ഇങ്ങനെയുള്ളതൊക്കെ തന്നു. നമ്മളെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്യിപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുഡ് മെനു നോക്കുമ്പോൾ നമ്മൾ ശരിക്കും ഷോക്കായിപ്പോയി. ഹൈലി ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള മെനു ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇത് ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമ്മളെ ഡ്രൈവർ എത്തിച്ചതാണ് ഇവിടെ. എന്തായാലും അവർക്ക് അതിലൊരു ഗുണം ഉണ്ടാവുമല്ലോ. അപ്പം അതിനിടയ്ക്ക് ഞാനും മോളും ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ ടേബിളും ചെയറൊക്കെ നല്ല ഡിസൈനോട് കൂടിയിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ മരത്തിൻ്റെ കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ടേബിളും ചെയറൊക്കെയാണ്. ഇതിനകം ഫുള്ളായിട്ട് അങ്ങനെ ഒരു എന്താ പറയുക വുഡും ബാമ്പും ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഡെക്കറേഷന് വേണ്ടിയിട്ട് നെല്ല് മുളപ്പിച്ചതാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പൊതുവെ നല്ല രസമുണ്ട്, ഇരിക്കാൻ നല്ല ആംബിയൻസ് ആണ്. പക്ഷെ നമ്മളെ മെനു നമ്മളെ ശരിക്കും നെട്ടിച്ച് കളഞ്ഞു. നാസിഗോറൻ ഇന്തോനേഷ്യൻ ഫ്രൈഡ് റൈസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ സൈഡായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ഓർഡർ ചെയ്തു. നന്നായിട്ട് വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഈ ഒരു നാസിഗോറൻ ഇന്തോനേഷ്യൻ ഫ്രൈഡ് റൈസ് 20,000 30,000 ഒക്കെയാണ് റേറ്റ് വരുന്നത്. ഇവിടെ ഇത് 4-5 ഇരട്ടിയാണ് ഇവർ ചാർജ് ചെയ്തത്. ഇവിടെ 1000ൻ്റെ കണക്കാണ് കേട്ടോ. ഇവിടുത്തെ കറൻസിയുടെ മൂല്യം കുറവായതുകൊണ്ട് തന്നെ 1000ലാണ് കണക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇന്ത്യൻ രൂപ എന്ന് പറയുന്നത് 200 ഇന്തോനേഷ്യൻ റുപ്പിയാണ്. ഒരു ദിർഹം എന്ന് പറയുന്നത് 4000 റുപ്പിയാണ്, ഇന്തോനേഷ്യൻ റുപ്പിയാണ് വരുന്നത്. അത്ര മൂല്യം കുറവാണ് ഇവിടുത്തെ പൈസ എന്ന് പറയുന്നത്. അതുകാരണം തന്നെ മെനു എല്ലാം ആയിരങ്ങളുടെ കണക്കിലാണ് ഉണ്ടായിരിക്കുക. ഒരു ബോട്ടിൽ വെള്ളത്തിന് 5000 10,000 എല്ലാം കൊടുക്കേണ്ടി വരും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിതിൻ്റെ പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നല്ല രസമായിട്ടുള്ള ഒരു എന്താ പറയുക ഡിസൈനാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളത്തിനകത്താണ് ഈ ഒരു ഏരിയ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലത്ത് പതിഞ്ഞിരുന്നിട്ട് പിന്നെ കുറച്ച് ഉയരത്തിൽ, അതായത് നമ്മുടെ പലക പോലെ കുറച്ച് ഉയരത്തിലായിട്ടുള്ള ഒരു ടേബിളാണ് ഉണ്ടാവുക. അപ്പോൾ നിലത്ത് ചമ്രപ്പടി ഇരുന്ന് അതിനകത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യുക. അല്ല ഈ സൈഡിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ചെയറും ടേബിളൊക്കെ ആയിട്ട് സെറ്റാണ്. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. കാശ് കൊണ്ട് നമ്മൾ മുമ്പ് ഇപ്പോൾ 2 ദിവസമായിട്ട് ഈ ഒരു ഫ്രൈഡ് റൈസൊക്കെ ഇവിടുന്ന് വാങ്ങി കഴിക്കുന്നതുകൊണ്ട് ആ ഒരു പ്രൈസിൻ്റെ വ്യത്യാസം നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആംബിയൻസും അതുപോലെ എല്ലാം അവരുടെ സർവീസും എല്ലാം അടിപൊളി തന്നെ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് ടബ സാരി. അങ്ങനെ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തേക്ക് കടന്നു. ഇനി നമ്മളുടെ യാത്ര എന്ന് പറയുന്നത് മങ്കി ഫോറസ്റ്റിലേക്കാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ രാവിലെ തന്നെ തിരിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് പിന്നെയും നമ്മൾ വേറെ സ്ഥലത്തേക്കും കൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അവിടെ ഒരു പടാങ് റെസ്റ്റോറൻറ്റ് കണ്ടു. പടാങ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം കൂടെ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് അതിന് മൊത്തമായിട്ട് ഒരു റേറ്റ് പറയുന്ന ഒരു സിസ്റ്റമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡെല്ലാം ഉൾപ്പെടുത്താം. അത് ഞാൻ തൊട്ട് മുമ്പത്തെ നമ്മുടെ മലേഷ്യൻ യാത്രയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. അങ്ങനെ ഇതാ നമ്മൾ മങ്കി ഫോറസ്റ്റിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അതിനകത്ത് കയറി. പിന്നെ ഡ്രൈവർ വണ്ടി പാർക്ക് ചെയ്തു, നമ്മളവിടെ ഇറക്കിയിട്ട്. അപ്പോൾ നമ്മളവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കയറി. ഇതിനകത്ത് ഒരുപാട് സ്റ്റാഫുകളുണ്ട് കേട്ടോ. ക്ലീനിങ്ങിനായാലും ഈ മങ്കീസിനെയൊക്കെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ ഒരുപാട് സ്റ്റാഫുകളുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കൗണ്ടറിലേക്ക് ചെന്ന് കയറുമ്പോഴേ ഇതുപോലെ ഒരുപാട് ശില്പങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. വെറൈറ്റി ആനിമൽസിൻ്റെ ആയിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ മങ്കികളുടെ തന്നെ പല ടൈപ്പിലുള്ളത്, അങ്ങനെ ഒരുപാട് പ്രതിമകൾ ഇവിടെ കാണാൻ പറ്റും. ഇവർ ദൈവത്തോട് സാമ്യപ്പെടുത്തിയാണ് മങ്കികളെ കാണുന്നത്. അവരെ സംരക്ഷിക്കാനും ഫുഡ് കൊടുക്കാനും പരിപാലനത്തിനായിട്ട് ഒരുപാട് സ്റ്റാഫുകൾ ഇതിനകത്തുണ്ട്. സമയാസമയത്ത് ഫുഡ് കൊടുക്കാൻ
ഒക്കെ ആളുകൾ റെഡിയാണ്. അവരിങ്ങനെ ഒരു പ്രത്യേകതരം സൗണ്ട് ഉണ്ടാക്കി മങ്കികളെ വിളിക്കും. എന്നിട്ട് അവർക്ക് ആ സമയത്തിനനുസരിച്ച് ഫുഡ് കൊടുക്കും. അങ്ങനെയാണ്. കുഞ്ഞു മങ്കി മുതൽ വളരെ പ്രായം ചെന്ന മങ്കികളെ വരെ നമുക്കിവിടെ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള 3 ടൈപ്പ് ഓഫ് മങ്കി ഇവിടെ ഉണ്ട് തോന്നുന്നു. വ്യത്യസ്ത തരത്തിലുള്ള മങ്കികളെ നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായി കേട്ടോ. പിന്നെ ഇവിടെ ക്ഷേത്രങ്ങളുണ്ട് ഇതിനകത്ത്. മങ്കികളെ ബേസ് ചെയ്തിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട് ഇതിനകത്ത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇതിനകത്തേക്ക് കയറി. അപ്പോൾ കയറുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഇങ്ങനെ നീളത്തിലുള്ള എന്താ പറയുക പാലങ്ങൾ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് മരം കൊണ്ട്. നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല സീനറിയൊക്കെ ആയിട്ടുള്ള അടിപൊളി എന്താ പറയുക സ്ഥലങ്ങളായിരുന്നു. മരങ്ങളോടെ തിക്കി നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിങ്ങനെ ചെന്ന് കയറുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ആയിട്ട് വലിയൊരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മങ്കികളെങ്ങനെ കണ്ടു തുടങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ മങ്കികൾ ഇഷ്ടം പോലെയുണ്ട്. 1300-ൻ്റെ ഒക്കെ അടുത്ത് മങ്കികളുണ്ട് ഇതിനകത്ത് എന്നാണ് പറയുന്നത്. 1000-ന് മുകളിൽ മങ്കികൾ എന്തായാലും ഉണ്ട്. അപ്പോൾ ഒരുപാട് വെറൈറ്റി പ്രത്യേക തരത്തിലുള്ള പ്രതിമകളെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റി കേട്ടോ. എൻ്റർ ചെയ്ത് കുറച്ച് അങ്ങ് നടക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ഒരു ഗുഹ പോലെ കാണാം. അതിനകത്തൂടെ നമുക്കങ്ങനെ നടന്ന് നീങ്ങണം. ഇതൊരു വഴിയാണ്. ഇതിൽ കൂടെ നടന്നാണ് നമ്മൾ ആ ഒരു ഫോറസ്റ്റിൻ്റെ അപ്പുറത്തേക്ക് എത്തുന്നത്. കുറേ ആളുകൾ കണ്ട് തിരിച്ച് മടങ്ങുന്നുണ്ട്. ഒരുപാട് പേര് ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് ഇറങ്ങുന്നവരുമുണ്ട്. നല്ല ഇരുട്ടായിരുന്നു ഇതിനകത്ത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വല്ല മങ്കികളും ഉണ്ടാവുമോ, നമ്മൾ ആക്രമിക്കുമോ എന്നൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ സേഫായിട്ട് ഇപ്പുറത്തേക്ക് ഇറങ്ങി. കയ്യിൽ കവറുകളോ ചെറിയ ബാഗുകളോ ഒന്നും പറ്റില്ല എന്നൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഈ മങ്കികൾ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ബോട്ടിലോ ഫുഡോ കവറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തട്ടിപ്പറിച്ചിട്ട് ഓടും. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് മൊബൈൽ മേടിച്ചിട്ട് ഓടും. അപ്പോൾ അതൊക്കെ നോക്കണം. അങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ടെന്നാണ് പറഞ്ഞത്. ഈ മങ്കികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നീളമുള്ള വാലാണ് ഈ മങ്കികൾക്കുള്ളത്. നല്ല നീളൻ വാലുള്ള കുരങ്ങന്മാരാണ്. ഇതിനകത്ത് ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് 14-ാം നൂറ്റാണ്ടിലേക്കുള്ള ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്നത് മാൻമെയ്ഡാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഈ ഒരു മങ്കികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ. ഇവർക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയിലായിട്ട് ഇങ്ങനെ ഓരോ പ്ലേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോ ബോക്സുകളുണ്ട്. അതിനകത്ത് അവരിങ്ങനെ ഫുഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബനാന, പിന്നെ അതുപോലെ സ്വീറ്റ് പൊട്ടറ്റോ, റംബുട്ടാൻ, അങ്ങനെ കുറേ ഐറ്റം ഫുഡുകൾ മങ്കികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഐറ്റം ഫുഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. പിന്നെ ഇടയിലായിട്ട് കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങൾ പോലെ ഓരോന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ വരുന്ന വഴിയിലൊക്കെ കണ്ടിട്ടുണ്ടായല്ലോ ഓരോ റോഡ് സൈഡിലൊക്കെ അതുപോലെയുള്ള ക്ഷേത്രങ്ങൾ. അപ്പോൾ ഇതിൻ്റെ മതിലൊക്കെ ഇങ്ങനെ ചെറിയ കല്ല് വെച്ചിട്ടൊക്കെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ചെറിയൊരു ഷോപ്പും ഉണ്ട്. അപ്പോൾ ഈ ഒരു ബാഗ് കുറേ മുമ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ബാഗാണ്. ഇന്തോനേഷ്യയിൽ നിന്ന് ഇതേപോലെ ഹസ്ബൻഡ് മുമ്പ് വന്നപ്പോൾ വാങ്ങിച്ചതായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ബാഗും പേഴ്സൊക്കെ കണ്ട് ക്യൂട്ടായിട്ട് തോന്നിയിട്ട് കുറേ സമയം ഞാൻ അവിടെയൊക്കെ നോക്കി നിന്നു. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് സാധനങ്ങൾക്കൊക്കെ. അങ്ങനെ നമ്മളിങ്ങനെ വന്നിട്ട് ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി. ഇതാണ് മങ്കികളുടെ ഒരു തീമിൽ ചെയ്തു വെച്ചിട്ടുള്ള ക്ഷേത്രം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് കാണാനുണ്ട് ആ ക്ഷേത്രത്തിനകത്ത്. അപ്പോൾ നമ്മൾ അവിടെയൊന്നും കയറിയില്ല. കാരണം അതിൻ്റെ ഏകദേശം പോലുള്ളതൊക്കെ തന്നെ ഇവിടെയും ചെയ്തു വെച്ചിട്ടുണ്ട്. മങ്കികളുടെ രൂപങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു ദൈവരൂപത്തിലൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള കുറേ പ്രതിമകളൊക്കെ കണ്ടു. അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ കുറേ മങ്കികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബാഗൊക്കെ നല്ല കെയർ ചെയ്തിട്ട് തന്നെയാണ് ഇതിനകത്തൂടെ നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ മരങ്ങൾ കൊണ്ട് നല്ല രസത്തിലാണ് ഓരോ വഴികൾ ചെയ്തു വെച്ചിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേനും ഒരാൾ ഇവിടുത്തെ ഒരു സ്റ്റാഫാണ്. അയാൾ ഫുഡ് കൊണ്ട് വന്നു. റംബുട്ടാനാണ് എടുത്തിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അയാൾ ഒരു പ്രത്യേകതരം സൗണ്ട് ഉണ്ടാക്കി അവിടെ വന്നിട്ട്. അപ്പോഴേക്കും ഒരുപാട് മങ്കികൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇറങ്ങി വന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ ഫുഡ് കഴിക്കലായി. പിന്നെ ആ ഫുഡിന് വേണ്ടിയിട്ട് അടിയായി. നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് ഒരുപാട് നടന്ന് കാണാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് സമയം കുറവുമാണ്. പിന്നെ മങ്കികളാണല്ലോ കൂടുതൽ കാണാനുള്ളത് എന്നുള്ളത് കൊണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. നമുക്ക് നമ്മുടെ നാട്ടിലും ഒരുപാട് കാണാൻ കിട്ടുന്നൊരു അനിമലല്ലേ മങ്കി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് സമയം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തില്ല കേട്ടോ. കാരണം നമുക്ക് ഇനിയും വേറെ സ്ഥലം കൂടെ പോകാനുണ്ട് എന്നുള്ളത് കൊണ്ട്. കയ്യിൽ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മേടിച്ചിട്ട് അവർ ഓടും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ അതും ശ്രദ്ധിക്കണം. അപ്പം എന്താ പറയുക, ചില മങ്കികളൊക്കെ നല്ല സാമർത്ഥ്യം കാണിക്കുന്നതായിട്ടൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഫുഡ് നേരത്തെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ബോക്സ് എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി.
സെയിം നമ്മൾ വന്ന അതേ വഴി തന്നെ തിരിച്ചിറങ്ങി. അപ്പോൾ ഒരുപാട് കാണാനുണ്ടായിരുന്നു, പക്ഷെ നമ്മളവിടെ പോയില്ല കേട്ടോ. അപ്പോൾ ഇത് ഇറങ്ങുന്നിടത്ത് തന്നെ ഒരുപാട് ഇതുപോലുള്ള ഷോപ്പുകൾ കാണാം, കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ, പല ഐറ്റംസ് എല്ലാം കാണുമ്പോൾ നമുക്കിങ്ങനെ വാങ്ങിക്കാനൊക്കെ തോന്നും കേട്ടോ. പക്ഷെ നമ്മൾ അധികം പർച്ചേസ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പൊതുവേ ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ പർച്ചേസ് ചെയ്യുന്നവരല്ല. നമ്മൾ തീരെ മുടങ്ങാണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സോവനീറാണ് വാങ്ങിക്കാറ്. അപ്പോൾ സാധാരണ പക്ഷേ ഇതിന് മുമ്പ് ഹസ്ബൻഡ് ഇവിടെ വന്നു പോയത് കൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് ഇതൊക്കെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ. പോകുന്ന വഴിക്ക് ഇതേപോലെ ഒരുപാട് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് സെയിൽ ചെയ്യുന്ന ഏരിയകൾ കണ്ടു. ഫർണിച്ചർ പുറത്തേക്ക് തന്നെ കണ്ണു നട്ടിരിക്കാനേ തോന്നുള്ളൂ കേട്ടോ. കാരണം വെറൈറ്റി ഐറ്റംസാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയുള്ള സ്ത്രീകളൊക്കെ തന്നെ ധരിക്കുന്നത് ട്രഡീഷണൽ വസ്ത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ത്രീ കണ്ടോ, അവർ ധരിച്ചിട്ടുള്ളത് ട്രഡീഷണൽ വസ്ത്രമാണ്. അവരുടെ കയ്യിലുള്ള ബാസ്ക്കറ്റ് കണ്ടില്ലേ, ഇതുപോലുള്ള ബാസ്ക്കറ്റുകളാണ് ഒരുവിധ ആളുകളൊക്കെ കയ്യിൽ പിടിക്കുന്നത് കണ്ടിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ അവർ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്ന ബാസ്ക്കറ്റിൻ്റെ വലുപ്പത്തിനനുസരിച്ച് സാധനങ്ങൾക്കനുസരിച്ചൊക്കെയാണ് അവരുടെ പ്രൗഢി തീരുമാനിക്കുന്നത്. നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാർ നല്ല ഒരുപാട് ഐറ്റംസ്, വലിയ വിലപിടിപ്പുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. ഇനി നമ്മൾ എത്തുന്നത് തകേലാങ് റൈസ് ടെറസ് ടവറിലേക്കാണ്. അവിടെ ഒരു കുന്നിൻ ചെരുവിൽ തട്ടായിട്ട് നെൽകൃഷി ചെയ്ത സ്ഥലമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇത് കാണാൻ ലോകത്തിലെ പല ഭാഗത്തു നിന്നും ആളുകൾ ഒഴുകിയെത്തുന്നുണ്ട്. ഇവിടെ പല ടൈപ്പ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. വലിയ ഊഞ്ഞാലിലിരുന്ന് വളരെ ഉയരത്തിലേക്ക് ആടാനും ഫോട്ടോഗ്രാഫിക് ഫ്രെയിംസ് ഒരുപാട് മോഡലിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല രസമുള്ള സീനറികൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ചെറിയ കോഫി ഷോപ്പുകളുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ സീനറിയൊക്കെ ആസ്വദിച്ച് കോഫിയൊക്കെ കുടിച്ചിരിക്കാം. അപ്പുറത്തായിട്ടൊരു സിബ് ലൈനും ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ആളുകൾ എൻ്റർടൈൻമെൻറ്റിൽ മുഴുകിയിരിക്കുകയാണ്. നമ്മളൊരുപാട് ഫോട്ടോസ് എടുത്തു. നല്ല രസമുള്ള ഫ്രെയിമുകൾ ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേക തരം ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഡ്രസ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് നമ്മളൊരു വാടക കൊടുക്കണം എന്ന് മാത്രം. അപ്പോൾ നല്ല ഭംഗിയുള്ള ഊഞ്ഞാലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ കുറേ പേര് ഇവിടുന്ന് ഡ്രസ്സൊക്കെ മേടിച്ച് ഊഞ്ഞാലിലാടുന്നുണ്ട്, വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ കാണാം. ഒരുപാട് ഹൈറ്റിലാണ് ഇവർ ആടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ടും ചെറിയ റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ. അവിടെ ഇരുന്നാലും നമുക്ക് അവർ ഫുഡ് അവിടെ സെർവ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം. നല്ല രസമാണ്. ഇവിടെ ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് തോന്നും കേട്ടോ. അത്രയും നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചെറിയ സാഹചര്യത്തിൽ നിന്നും ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ പറ്റും എന്നതാണ് ഇതിലൂടെ നമുക്ക് ഇവരെ ഇവിടെ പഠിപ്പിക്കുന്നത്. കാരണം അത്രയും കുഞ്ഞു സ്ഥലത്ത് തട്ടായിട്ട് തിരിച്ച് അവിടെ കൃഷി ചെയ്ത് അവിടെ ആളുകളെ എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശരിക്കും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫ്രണ്ട് സൈഡിലുള്ള ഒരു ഷോപ്പിൽ കയറി നമുക്ക് വേണ്ടുന്ന കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു. അങ്ങനെ ഉബൂദിൽ നിന്ന് സെമിനിയാക്കിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. വൻ ട്രാഫിക് ആയിരുന്നു. യാത്രക്ക് വേണ്ടിയിട്ട് 5 മണിക്കൂർ നമ്മൾ റോഡിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മൾ സെമിനിയാക്കിലെത്തി. അവിടെ നമ്മൾ വീണ്ടും സ്പാ ചെയ്തു. കാല് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 1.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല മസാജിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് മലേഷ്യയിൽ നിന്ന് ചെയ്തതായിരുന്നു കേട്ടോ. അവിടെ നിന്നും പുറത്തിറങ്ങി നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇതാ റോഡിലൂടെ ഒരു മിനി ബാറ് പോകുന്നുണ്ട്. അങ്ങനെ റോഡിലൂടെ പോകുന്നൊരു ബാറാണ് കേട്ടോ. അപ്പോൾ റോഡിലെ കാഴ്ചകളും കാണാം, ബാറിലിരുന്ന് ബീറും കുടിക്കാം. അതാണ് സെറ്റപ്പ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കൂട്ട ബീച്ചിലേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ കാറ്റ് ശക്തമായതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഒരുപാട് ഷോപ്പുകളൊക്കെ അടച്ചു പോയിട്ടുണ്ട്. ഭയങ്കര തിരക്കുള്ളൊരു ബീച്ചാണിത്. അപ്പോൾ നമ്മളിവിടെ തുറന്നു വെച്ചിട്ടുള്ള കുറച്ച് ഷോപ്പുകളൊക്കെ കണ്ടു. അവിടെ നിന്ന് നമ്മളൊരു കരിക്കൊക്കെ കുടിച്ചു. അവിടെ ഒരു കോണ് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പല ഐറ്റംസ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാട, മുട്ട പുഴുങ്ങിയിട്ട് വിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പീനട്ട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഇറങ്ങി പിന്നീട് നമ്മൾ ഇവിടെ നിന്ന് ടാക്സി എടുത്താണ് റൂമിലേക്ക് പോയത്. അതിനു മുമ്പ് നമ്മൾ മസാജിങ് കഴിഞ്ഞ് ബീച്ചിലേക്ക് പോകുന്നതിലടക്കമായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. KFC ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റോഡിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് നമ്മളുടെ റൂമിൻ്റെ അടുത്തെത്തി. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. അതിൻ്റെയൊക്കെ റേറ്റാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. ഓരോ സാധനത്തിൻ്റെയും റേറ്റ് 22,000 രൂപയൊക്കെയാണ് ഒരു ചെറിയ പ്ലഗിനൊക്കെ വരുന്നത്. അങ്ങനെ ഓരോന്നും ആയിരങ്ങളുടെയും ലക്ഷങ്ങളുടെയും കണക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള ടൂറും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂസപ്പനിഡ എന്ന ഐലൻഡിലേക്കുള്ള യാത്രയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇനി രാവിലെ നേരത്തെ തന്നെ എണീക്കണം.
ന്യൂസ പെനിഡയിലേക്കുള്ള കാഴ്ചകൾ ഒരുപാടുണ്ട്. നല്ല കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ്. അതുപോലെ കടലിലൂടെയുള്ള യാത്രയുണ്ട്. അപ്പോൾ ആ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്